ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എൻ്റെ താമരകൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് കണ്ടോ, ഇപ്പോൾ പിങ്ക് ക്ലൗഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇതിൽ നമുക്ക് ഒരു രണ്ട് പൂവുണ്ടായിട്ടുണ്ട്. ഇനി ഇതിലൊരു മുട്ടും കൂടി ഉണ്ട് ഒരു പോട്ടിൽ. ഇനി ഇപ്പുറത്തെ പോട്ട് നോക്കൂ, ഇത് പീക്ക് ഓഫ് പിങ്ക് എന്ന വെറൈറ്റിയാണ്. രണ്ടിൻ്റെയും തമ്മിൽ വ്യത്യാസം കണ്ടോ, കളർ ഇത് കുറച്ചുകൂടെ ഡാർക്കാണ്. മറഞ്ഞു വീണു. അപ്പൊ ഇതിലുണ്ട് നമുക്ക് വീണ്ടും ഒരു മുട്ടൊക്കെ ഉണ്ട്. ഇത് നേരത്തെ ഒരു പൂവുണ്ടായി കൊഴിഞ്ഞു പോയത്. ഇത് ഇങ്ങനെ വിത്തുണ്ടാവുന്നുണ്ട് ഇതിനകത്ത്. ഇനി നമുക്ക് വേറെ കാണാം. ഇതിനകത്ത് ഒരു മുട്ടുണ്ടായിട്ടുണ്ട്. ചെറിയ വെറൈറ്റിയാണ്, അമേരിക്ക മീലിയ എന്ന് പറഞ്ഞ വെറൈറ്റിയാണിത്. ചെറിയ വെറൈറ്റി. ഇതിൽ രണ്ട് പൂവുണ്ടായിട്ടുണ്ട്. ഇതൊരു പൂവ്, ഇതൊരു പൂവ്. ഇത് പിന്നെ ഇനി ഇതില് ആയിട്ടില്ല. ഇതില് മുട്ടകൾ ഉണ്ടായിട്ടുണ്ട്. അടുത്ത പോട്ടില് 1, 2, 3. അപ്പുറത്തെ പോട്ടിൽ ഒരു മുട്ട ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇത് യെല്ലോ പിയോണി വെറൈറ്റിയാണ്. അതിൽ ഇതുവരെ ആയിട്ടില്ല, മുട്ടായിട്ടില്ല. വരുമായിരിക്കും അടുത്ത് തന്നെ. പിന്നെ ഇതിൽ വേറൊരു മുട്ട ഉണ്ടാവുന്നുണ്ട്. ഇപ്പുറത്തേല് ഇവിടെ ചെറുത് വരണം. പിന്നെ ഇത് ഇവിടെ വരണം. ഇതിലതേ പിങ്ക് ക്ലൗഡാണ്. ഇതിലും പൂ വിരിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതിലും ഉണ്ട് 2 മുട്ട എക്സ്ട്രാ. പിന്നെ അതേ ഇവിടെ ചെറിയൊരു പോട്ടിൽ വെച്ചത്, ഇതും പിങ്ക് ക്ലൗഡ് തന്നെയാണ്. അതും ഒരാഴ്ചക്കുള്ളിൽ അതും വിരിയും. ഇപ്പുറത്ത് വേറെ ഒരെണ്ണം, ഇതിലും വിരിഞ്ഞിട്ടുണ്ട്. പിങ്ക് ക്ലൗഡ് തന്നെയാണ്. കണ്ടോ, അതിലുണ്ട് മുട്ട്. അപ്പുറത്ത് വേറെ ഉണ്ട്, അപ്പുറത്ത് വേറെ ഉണ്ട്. ഇതുണ്ട്, ഇതിലുണ്ട്, അതിലുണ്ട് വേറെ മുട്ട് 2 ഇവിടെ ഒരു ഗ്രീൻ ആപ്പിൾ വെറൈറ്റി നിൽക്കുന്നുണ്ട്. ഗ്രീൻ ആപ്പിൾ വെറൈറ്റി നമുക്ക് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതിപ്പോ നമുക്ക് അധികം ഉണ്ടായിട്ടില്ല, ഒരെണ്ണേ ഉള്ളൂ. ഇനി അടുത്ത ബോട്ടിലേക്ക് പോയാൽ ഇതും പിങ്ക് ക്ലൗഡ് തന്നെയാണ്. ഞാൻ അധികം പിങ്ക് ക്ലൗഡാണ് ഇപ്പൊ കുറെ ടബുകളിൽ വെച്ചേക്കണത്. വേറെ വെറൈറ്റികളൊക്കെ എപ്പോഴും പൂവുണ്ടാവില്ല. അപ്പൊ ഞാൻ കുറെയൊക്കെ ഒഴിവാക്കി. കൊല്ലത്തിൽ ഒരു പ്രാവശ്യം മാത്രം പൂവുണ്ടാവുന്ന ടൈപ്പിനെയൊക്കെ ഞാൻ ഒഴിവാക്കി. ഇപ്പൊ എപ്പോഴും പൂവുണ്ടാവുന്ന പിങ്ക് ക്ലൗഡ്, പീക്ക് ഓഫ് പിങ്ക്, ഗ്രീൻ ആപ്പിൾ, ഇതൊക്കെയാണ് കൂടുതൽ വെച്ചിരിക്കുന്നത്. ഇത് മാത്രമാണ് യെല്ലോ പിയോണി. പിന്നെ വൈറ്റ് പിയോണി ഉണ്ടായത് എനിക്ക് തോന്നുന്നു, എനിക്കത് നഷ്ടമായി പോയി എന്ന് തോന്നുന്നുണ്ട്. ഇവിടെ കാണുന്നില്ല ഇപ്പൊ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ താമര വിശേഷങ്ങള്. താമര ഇതൊരു നൂപ്പർ ലൂട്ടിയ എന്ന് പറഞ്ഞിട്ട് ഒരു മഞ്ഞ പൂവുണ്ടാവുന്ന ഒരു വെറൈറ്റി താമരയല്ല, ഇത് വേറെ ഒരു വാട്ടർ പ്ലാന്റ് ആണ്. പിന്നെ നമുക്കിവിടെ ആമ്പലുകൾ ഉണ്ട് കേട്ടോ. ആമ്പല് ഇത് മറ്റേ സ്നോഫ്ലേക്ക് ആണ്, വൈറ്റ്. യെല്ലോ സ്നോഫ്ലേക്ക് ഉണ്ടായിരുന്നു, അത് അപ്പുറത്തുണ്ട്. ഇതൊക്കെ ആമ്പൽ വെറൈറ്റികളാണ്. ഇത് കണ്ടോ, ഇത് ധൂപൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് താമര. അങ്ങനെ നമ്മുടെ താമരത്തോട്ടം ഇത് കണ്ടോ. നടാനുണ്ട്. ഈ പീക്കോ പിങ്ക് നല്ല ഡാർക്ക് കളറാണ്. ഇത് കണ്ടോ, പിങ്ക് ക്ലൗഡിനേക്കാളും നല്ല ഡാർക്കാണ്. ഇത് മറിഞ്ഞു വീണതുകൊണ്ട് അത് അത്ര അങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്നില്ല. പിങ്ക് ക്ലൗഡ് ഇത്തിരി കൂടി ലൈറ്റർ കളറാണ്. അപ്പൊ ഇത് കണ്ടോ, നമ്മുടെ താമരത്തോട്ടം ഇത്രയുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.